നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്സ് ഘടിപ്പിക്കുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാൻ. അത്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഷൂസിൽ സ്പൈക്സ് ഘടിപ്പിക്കുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാൻ. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലത്തിന്റെ പേര് നിരങ്ങൽ ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലത്തിന്റെ പേരാണ് നിരങ്ങൽ ഘർഷണം. ഡൈനാമോയിൽ വൈദ്യുതോർജം ലഭിക്കുന്നത് ഏത് ഊർജത്തിൽ നിന്നാണ്? യാന്ത്രികോർജം. ഡൈനാമോയിൽ വൈദ്യുതോർജം ലഭിക്കുന്നത് യാന്ത്രികോർജത്തിൽ നിന്നാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലത്തിന്റെ പേര് ഉരുളൽ ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലത്തിന്റെ പേരാണ് ഉരുളൽ ഘർഷണം. വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറക്കാം? സ്ട്രീം ലൈനിങ്. വായു മൂലമുണ്ടാകുന്ന ഘർഷണം സ്ട്രീം ലൈനിങ് ഉപയോഗിച്ച് കുറക്കാവുന്നതാണ്. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലമേത്? ഘർഷണം. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലമാണ് ഘർഷണം. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ സ്നേഹകങ്ങൾ. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ സ്നേഹകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലമാണ് ഘർഷണം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് മാറ്റമുണ്ടാക്കുന്ന ബലമാണ് ഘർഷണം. പവർ ജനറേറ്ററിലെ നിശ്ചലമായ ഭാഗം സ്റ്റേറ്റർ. പവർ ജനറേറ്ററിലെ നിശ്ചലമായ ഭാഗം സ്റ്റേറ്റർ. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം റോട്ടർ. പവർ ജനറേറ്ററിലെ കറങ്ങുന്ന ഭാഗം റോട്ടർ. ഫ്യൂസുകൾ എപ്പോഴും ഘടിപ്പിക്കുന്നത് ഏത് ലൈനിലാണ്? ഫേസ് ലൈനിൽ. ഫ്യൂസുകൾ എപ്പോഴും ഘടിപ്പിക്കുന്നത് ഫേസ് ലൈനിലാണ്. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന സംവിധാനമാണ് ഗാൽവാനിക് സെല്ല്. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന സംവിധാനമാണ് ഗാൽവാനിക് സെല്ല്. ലിഥിയം അയോൺ ബാറ്ററി വികസിപ്പിച്ചെടുത്തത് സ്റ്റാൻലി വിറ്റിംഗ്ഹാം. ലിഥിയം അയോൺ ബാറ്ററി വികസിപ്പിച്ചെടുത്തത് സ്റ്റാൻലി വിറ്റിംഗ്ഹാം. ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആംപയറേജ്. ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ആംപറേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു വസ്തുവിനെ ലോഹജാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെ എർത്തിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു വസ്തുവിനെ ലോഹജാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെ എർത്തിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രക്രിയയാണ് ഡിസ്ചാർജ്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രക്രിയയാണ് ഡിസ്ചാർജ്. ഒരു സർക്യൂട്ടിനെ താങ്ങാവുന്നതിലും അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓവർലോഡിംഗ്. ഒരു സർക്യൂട്ടിനെ താങ്ങാവുന്നതിലും അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് ഓവർലോഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഫാരഡെ. വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഫാരഡെ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്ര ഹെർട്സ് ആണ്? 50. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ. സർക്യൂട്ടുകളിൽ വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാനും ആവശ്യാനുസരണം വിട്ടുകൊടുക്കാനും ഉപയോഗിക്കുന്ന ഘടകം
കപ്പാസിറ്റർ. പരസ്പരം ആകർഷിക്കുന്ന കാന്തിക ധ്രുവങ്ങളാണ് വിജാതീയ ധ്രുവങ്ങൾ. പരസ്പരം ആകർഷിക്കുന്ന കാന്തിക ധ്രുവങ്ങൾ വിജാതീയ ധ്രുവങ്ങൾ. പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബ്രൗൺ എനർജി. പുനരുപയോഗിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജം ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രകൃതിയാലുള്ള കാന്തം ലോഡ്സ്റ്റോൺ. പ്രകൃതിയാലുള്ള കാന്തമാണ് ലോഡ്സ്റ്റോൺ. പ്രതിരോധത്തിന്റെ വിപരീത ഗുണത്തിന് പറയുന്ന പേര് ചാലകത. പ്രതിരോധത്തിന്റെ വിപരീത ഗുണത്തിന് പറയുന്ന പേര് ചാലകത. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സിന് ഉദാഹരണം ആണവ നിലയം. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്സിന് ഉദാഹരണം ആണവ നിലയം. മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണ് എന്ന് ആദ്യമായി കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നൽ എന്നത് വൈദ്യുതിയുടെ പ്രവാഹമാണ് എന്ന് ആദ്യമായി കണ്ടെത്തിയതാര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് ഛേദതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തിന് പറയുന്ന പേര് റെസിസ്റ്റിവിറ്റി. ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ നോട്ടിലസ്. ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ നോട്ടിലസ്. ELCBയുടെ പൂർണ്ണരൂപം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ELCBയുടെ പൂർണ്ണരൂപം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇലക്ട്രിക് കറന്റ് അളക്കാൻ സർക്യൂട്ടിൽ അമ്മീറ്റർ എങ്ങനെയാണ് ഘടിപ്പിക്കേണ്ടത്? ശ്രേണിയായി. ഇലക്ട്രിക് കറന്റ് അളക്കാൻ സർക്യൂട്ടിൽ അമ്മീറ്റർ ഘടിപ്പിക്കേണ്ടത് ശ്രേണിയായിട്ടാണ്. ഇലക്ട്രിക് കേബിളുകളുടെ ഇൻസുലേഷനായി ഉപയോഗിക്കുന്ന പ്രധാന സിന്തറ്റിക് റബ്ബറാണ് നിയോപ്രീൻ. ഇലക്ട്രിക് കേബിളുകളുടെ ഇൻസുലേഷനായി ഉപയോഗിക്കുന്ന പ്രധാന സിന്തറ്റിക് റബ്ബറാണ് നിയോപ്രീൻ. ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലും വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നത് അയോണുകൾ. ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലും വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നതാണ് അയോണുകൾ. എത്ര തരം ട്രാൻസ്ഫോർമറുകളാണുള്ളത്? 2 തരം. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. 2 തരം ട്രാൻസ്ഫോർമറുകളാണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് അപ്പും 2 സ്റ്റെപ്പ് ഡൗണും. എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? ഇലക്ട്രോണുകൾ. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. ഏറ്റവും സുരക്ഷിതവും ചെലവും കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജമാണ് സൗരോർജം. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആംപിയറേജ്. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ആംപിയറേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവിനെ പറയുന്ന പേരാണ് വിദ്യുത് ചാലക ബലം EMF. ഒരു ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവിന് പറയുന്ന പേരാണ് വിദ്യുത് ചാലക ബലം EMF. ഒരു ചാലകത്തിന്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമത്തിന് പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. ഒരു ചാലകത്തിന്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമത്തിന് പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. ഒരു സെല്ലിന്റെ EMF അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? വോൾട്ട്. ഒരു സെല്ലിന്റെ EMF അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ്. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥയാണ് അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥയാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം ഡയോഡ്. വാക്വം ട്യൂബിന്റെ ഏറ്റവും ചെറിയ രൂപം ഡയോഡ്. ഓം നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോർജ് സൈമൺ ഓം. ഓം നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോർജ് സൈമൺ ഓം. വിപരീത ചാർജുള്ള മേഘങ്ങൾ തമ്മിലുണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണ് മിന്നൽ. വിപരീത ചാർജുള്ള മേഘങ്ങൾ തമ്മിലുണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണ് മിന്നൽ. വിതരണ ട്രാൻസ്ഫോമറിലെ 2 ഫേസുകൾക്കിടയിലെ വോൾട്ടേജ് 400 വോൾട്ട് ആണ്. വിതരണ ട്രാൻസ്ഫോമറിലെ 2 ഫേസുകൾക്കിടയിലെ വോൾട്ടേജ് 400 വോൾട്ട് ആണ്. വിതരണ ട്രാൻസ്ഫോമറിലെ ഫേസ് ലൈനിനും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് 230 വോൾട്ട് ആണ്. വിതരണ ട്രാൻസ്ഫോമറിലെ ഫേസ് ലൈനിനും ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് 230 വോൾട്ട് ആണ്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യോദയത്തിന് തൊട്ടുമുമ്പ്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കണക്കാക്കുന്നത് സൂര്യോദയത്തിന് തൊട്ടുമുമ്പാണ്.
ചാലകത്തിന്റെ കണ്ടക്ടിവിറ്റി ഏത് ഗ്രീക്ക് പ്രതീകം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്? സിഗ്മ. ചാലകത്തിന്റെ കണ്ടക്ടിവിറ്റി സിഗ്മ എന്ന ഗ്രീക്ക് പ്രതീകം ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. ചാലകത അളക്കുന്ന ഏകകം സീമെൻസ്. ചാലകത അളക്കുന്ന ഏകകമാണ് സീമെൻസ്. ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പിച്ചുരുൾ ആർമേച്ചർ. ജനറേറ്ററിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പിച്ചുരുൾ ആർമേച്ചർ. പൊട്ടൻഷ്യൽ വ്യത്യാസം, വൈദ്യുതധാര, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമമാണ് ഓം നിയമം. പൊട്ടൻഷ്യൽ വ്യത്യാസം, വൈദ്യുതധാര, പ്രതിരോധം എന്നിവ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമമാണ് ഓം നിയമം. വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം കമ്മ്യൂട്ടേറ്റർ. വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കമ്മ്യൂട്ടേറ്റർ. വൈദ്യുത ചാർജിനെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നീ പേരുകളിൽ ആദ്യമായി നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വൈദ്യുത ചാർജിനെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നീ പേരുകളിൽ ആദ്യമായി നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥമാണ് മെർക്കുറി. വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കാത്തതുമായ പദാർത്ഥം മെർക്കുറി. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. ഡീസൽ എഞ്ചിനിൽ ഇഗ്നിഷൻ സംഭവിക്കുന്നത് എന്തിന്റെ ഫലമായാണ്? കംപ്രഷൻ. ഡീസൽ എഞ്ചിനിൽ ഇഗ്നിഷൻ സംഭവിക്കുന്നത് കംപ്രഷന്റെ ഫലമായാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോ വോൾട്ടായിക്. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോ വോൾട്ടായിക്. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടുകളിൽ ഫ്യൂസുകൾക്ക് പകരമായുള്ള സംവിധാനമാണ് MCB. MCBയുടെ പൂർണ്ണരൂപം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടുകളിൽ ഫ്യൂസുകൾക്ക് പകരമായുള്ള സംവിധാനം ഏത്? MCB. MCBയുടെ പൂർണ്ണരൂപം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഇലക്ട്രോസ്കോപ്പ്. സ്ഥിത വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഇലക്ട്രോസ്കോപ്പ്. DC വൈദ്യുതിയെ AC വൈദ്യുതിയാക്കുന്ന ഇലക്ട്രോണിക് ഉപകരണം ഓസിലേറ്റർ. DC വൈദ്യുതിയെ AC വൈദ്യുതിയാക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഓസിലേറ്റർ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. RCCBയുടെ പൂർണ്ണരൂപം റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. RCCBയുടെ പൂർണ്ണരൂപം റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആകൃതി ഗോളം. ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ആകൃതിയാണ് ഗോളം. ഒരു വൈദ്യുത സർക്യൂട്ടിന്റെ പ്രതിരോധത്തിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം റിയോസ്റ്റാറ്റ്. ഒരു വൈദ്യുത സർക്യൂട്ടിന്റെ പ്രതിരോധത്തിൽ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡേ. വൈദ്യുതി, താപം കടത്തിവിടാത്ത വസ്തുക്കൾ അറിയപ്പെടുന്നത് കുചാലകങ്ങൾ. വൈദ്യുതി അല്ലെങ്കിൽ താപം കടത്തിവിടാത്ത വസ്തുക്കളെ അറിയപ്പെടുന്ന പേര് കുചാലകങ്ങൾ. ജൈവ വൈദ്യുതി കണ്ടുപിടിച്ചത് ലിയുഗി ഗാൽവാനി. ജൈവ വൈദ്യുതി കണ്ടുപിടിച്ചത് ലിയുഗി ഗാൽവാനി. വൈറ്റുകോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതി. വൈറ്റുകോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതി. ഗൃഹവൈദ്യുതീകരണത്തിൽ ഫേസ് ലൈനിനെ സൂചിപ്പിക്കുന്ന നിറം ചുവപ്പ്. ഗൃഹവൈദ്യുതീകരണത്തിൽ ഫേസ് ലൈനിനെ സൂചിപ്പിക്കുന്ന നിറം ചുവപ്പ്. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഏത് ബോംബാണ്? ഹൈഡ്രജൻ ബോംബ്. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബിനെയാണ്. RDX എന്നതിന്റെ പൂർണ്ണരൂപം റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലോസീവ്. RDX എന്നതിന്റെ പൂർണ്ണരൂപം റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലോസീവ്. ഏത് രോഗികൾക്കാണ് റേഡിയേഷൻ തെറാപ്പി നൽകുന്നത്? ക്യാൻസർ. ക്യാൻസർ രോഗികൾക്കാണ് റേഡിയേഷൻ തെറാപ്പി നൽകുന്നത്. ഹിരോഷിമയിലെ അണുബോംബ് സ്ഫോടനത്തെ അതിജീവിച്ച വൃക്ഷ ഇനം ജിങ്കോ. ഹിരോഷിമയിലെ അണുബോംബ് സ്ഫോടനത്തെ അതിജീവിച്ച വൃക്ഷ ഇനമാണ് ജിങ്കോ. ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ആദ്യ രാജ്യം USA. ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ആദ്യ രാജ്യം USA. പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടിയ തരംഗം ഗാമ തരംഗം. പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടിയ തരംഗം ഗാമ തരംഗം.
ഏത് പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഗാമ കിരണങ്ങൾ കണ്ടെത്തിയത് പോൾ വില്ലാർഡ്. ഗാമ കിരണങ്ങൾ കണ്ടെത്തിയത് പോൾ വില്ലാർഡ്. പെറ്റ് സ്കാനിലെ പെറ്റ് എന്നതിന്റെ പൂർണ്ണരൂപം പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. പെറ്റ് സ്കാനിലെ പെറ്റ് എന്നതിന്റെ പൂർണ്ണരൂപം പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. പവർലൂം എന്ന ഉപകരണം കണ്ടെത്തിയത് കാർട്ടറൈറ്റ. പവർലൂം എന്ന ഉപകരണം കണ്ടെത്തിയത് കാർട്ടറൈറ്റ. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ഏറ്റവും ആവൃത്തി കൂടിയ തരംഗം ഗാമ തരംഗം. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ഏറ്റവും ആവൃത്തി കൂടിയ തരംഗം ഗാമ തരംഗം. പീറ്റർ ഹിഗ്സ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്? ഭൗതിക ശാസ്ത്രം. പീറ്റർ ഹിഗ്സ് ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.